വെൽക്കം ബാക്ക് ടു Onevestor. ഇന്നത്തെ എപ്പിസോഡിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് 1 ലക്ഷം രൂപയുടെ ഡിവിഡൻഡ് ഓരോ വർഷവും കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര രൂപയുടെ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ പ്രീവിയസ്ലി ഹൈ ഡിവിഡൻഡ് സ്റ്റോക്സിനെ കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ എപ്പിസോഡ് കണ്ടിട്ട് ഈ എപ്പിസോഡ് കാണുക. ആ എപ്പിസോഡിൽ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ പ്രൈമറി ഗോൾ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആയിരിക്കണം, അല്ലാതെ ഡിവിഡൻസ് ആയിരിക്കില്ല എന്നുള്ളത്. ഡിവിഡൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പം കിട്ടുന്ന ഒരു ബോണസ് ആയിട്ട് വേണം കൺസിഡർ ചെയ്യാനായിട്ട്. അത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത് സ്റ്റോക്ക് മാർക്കറ്റിനെ റിയൽ എസ്റ്റേറ്റ് ആയിട്ട് കമ്പയർ ചെയ്തിട്ടാണ്. സോ ആ എപ്പിസോഡ് കാണണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ലെഫ്റ്റിലുള്ള ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ ഞാൻ പ്രീവിയസ് എപ്പിസോഡിൽ മെൻഷൻ ചെയ്തതുപോലെ തന്നെ ഒരു 6-8% ഡിവിഡൻഡ് തരുന്ന PSU സ്റ്റോക്സ് അല്ലെങ്കിൽ ലോ ക്വാളിറ്റി സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ റിട്ടേൺസ് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് ഡെലിവർ ചെയ്യുന്നത് ഒരു 2-3% മാത്രം ഡിവിഡൻഡ് ഈൽഡ് തരുന്ന ഗുഡ് ക്വാളിറ്റി സ്റ്റോക്സ് ആണ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഹൈ ഡിവിഡൻഡ് ഈൽഡ് പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് PSU സ്റ്റോക്സിൻ്റെയും അതുപോലെ പോപ്പുലർ സ്റ്റോക്സിൻ്റെയും ഹിസ്റ്റോറിക്കൽ റിട്ടേൺസ് കമ്പയർ ചെയ്തുകൊണ്ടാണ്. സോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, TCSും ഇൻഫോസിസും HULും നെസ്ലെയൊക്കെ അതിൻ്റെ ലൈഫ് ടൈം ഹൈസിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സ്റ്റോക്കിൻ്റെ ഒക്കെ ഇപ്പോഴത്തെ ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറഞ്ഞാൽ 1%ഓ അല്ലെങ്കിൽ 2%-ൽ താഴെ ഉള്ളൂ. പക്ഷേ എന്നാലും ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് ഈ സ്റ്റോക്കുകളാണ് ബെറ്റർ റിട്ടേൺസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, ഒരു മാർക്കറ്റ് ക്രാഷിൻ്റെ ടൈമിലാണ് നിങ്ങൾ ഈ സ്റ്റോക്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോക്സിലും ഒരു 3-4% കാണാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ കൂടുതലാണ്. അതുപോലെ ആ ടൈമിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഹൈ ക്വാളിറ്റി മിഡ് ക്യാപ് സ്റ്റോക്സിൻ്റെയും ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറഞ്ഞാൽ ഒരു 5-7% കാണാനാണ് ചാൻസ് കൂടുതൽ. സോ അങ്ങനെയുള്ള ഒരു മാർക്കറ്റ് ക്രാഷിൻ്റെ ടൈമിൽ തന്നെയാണ് ഈ സ്റ്റോക്സ് ഒക്കെ അക്യുമുലേറ്റ് ചെയ്യേണ്ടതും അല്ലെങ്കിൽ ആവറേജ് ചെയ്യേണ്ടതും. അതിൻ്റെ ഒരു നല്ല എക്സാമ്പിളാണ് ITC എന്ന് പറഞ്ഞാൽ. ITCയിൽ നിങ്ങൾ ഇപ്പോൾ ഒരു 20 lakhs ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആനുവൽ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് 1 lakh ആയിരിക്കും. പക്ഷേ സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ലോങ് ടേമിൽ എത്രയാകുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ആ സ്റ്റോക്കിന് അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അതിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അവരുടെ സിഗരറ്റ് ബിസിനസ് തന്നെയാണ്. അവർ ഇപ്പോഴും 80% പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യുന്നത് സിഗരറ്റ് ബിസിനസ്സിൽ നിന്നാണ്. പക്ഷേ സിഗരറ്റ് ബിസിനസ്സിന് ഒരു ലൈഫില്ല. സോ അവർ എത്ര നാൾ ആ ഇൻകം അല്ലെങ്കിൽ ആ പ്രോഫിറ്റ്സ് സസ്റ്റെയിൻ ചെയ്യുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ ആ പ്രോഫിറ്റ്സ് അഫക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് സ്റ്റോക്കിൻ്റെ പെർഫോമൻസിനെ ഇനിയും ബാധിക്കും. അതുപോലെ അവരുടെ ഡിവിഡൻഡ് പേയിങ് കപ്പാസിറ്റിയും ബാധിക്കും. പക്ഷേ TCSൻ്റെയും ഇൻഫോസിസിൻ്റെയും HULൻ്റെയും ഒക്കെ ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റ് ക്രാഷിൻ്റെ ടൈമിൽ ഒരു 3-4% അറൗണ്ട് ആയിരുന്നു. സോ ആ സമയത്തൊക്കെ ആ സ്റ്റോക്ക് വാങ്ങിച്ചിട്ടുള്ളവർക്ക് നല്ല ഡിവിഡൻഡ് ഈൽഡ് കിട്ടുന്നുണ്ടെന്ന് മാത്രമല്ല ലോങ് ടേമിൽ നല്ല റിട്ടേൺസും കിട്ടിയിട്ടുണ്ട്. എന്നാൽ അതിനർത്ഥം ഇപ്പോൾ നിങ്ങൾ TCSലും ഇൻഫോസിസിലും HULലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ലോങ് ടേം റിട്ടേൺസ് അല്ലെങ്കിൽ നല്ലൊരു ഡിവിഡൻഡ് ഈൽഡ് കിട്ടുമെന്നുമല്ല അർത്ഥം. അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ലോങ് ടേമിൽ ഹൈ ക്വാളിറ്റി സ്റ്റോക്സ് എപ്പോഴാണ് അണ്ടർ പെർഫോം ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനെപ്പറ്റി ഞാൻ കുറച്ച് വീഡിയോസ് പ്രീവിയസ്ലി ചെയ്തിട്ടുണ്ട്. അത് കാണണമെന്നുണ്ടെങ്കിൽ ഈ എപ്പിസോഡിൻ്റെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ലെഫ്റ്റിലുള്ള ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി എത്ര രൂപയുടെ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്താലാണ് നിങ്ങൾക്ക് ഓരോ വർഷവും 1 ലക്ഷം രൂപ ഡിവിഡൻഡായിട്ട് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ഈ ചാർട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. സോ ഈ ചാർട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, നിഫ്റ്റിയുടെ ഒരു ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറഞ്ഞാൽ ആവറേജ് വരുന്നത് ഒരു 1% to 3% ആണ്. അതിൽ 3% എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി നല്ലൊരു റേറ്റ് ആണ്. അതിപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ലാസ്റ്റ് ടൈം അതുപോലൊരു ഡിവിഡൻഡ് നിഫ്റ്റി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് 2003-ലാണ്. ബാക്കിയുള്ള ടൈം പീരീഡ് എല്ലാം തന്നെയും നിഫ്റ്റിയുടെ ഒരു ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറഞ്ഞാൽ 1% to 2% മാത്രമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറഞ്ഞാൽ 1% ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആനുവലി 1 lakh rupees ഡിവിഡൻഡായിട്ട് കിട്ടത്തുള്ളൂ. ഇനി നിഫ്റ്റിയുടെ ഡിവിഡൻഡ് ഈൽഡ് 2% ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 50 lakhs ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് 1 lakh rupees ഡിവിഡൻഡായിട്ട് കിട്ടുന്നത്. ഇനി നിങ്ങൾ ഹോൾഡ് ചെയ്തിരിക്കുന്ന സ്റ്റോക്സിൻ്റെ ആനുവൽ ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറഞ്ഞാൽ 4% ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 25 lakhs ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് 1 ലക്ഷം രൂപയുടെ ഡിവിഡൻഡ് കിട്ടുന്നതായിരിക്കും. ആ 4% ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, നിഫ്റ്റിയുടെ ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറഞ്ഞാൽ ഒരു മാക്സിമം 2% വരെ പോകാറുള്ളൂ. പക്ഷേ 4% ഡിവിഡൻഡ് നമുക്ക് നിഫ്റ്റി സ്റ്റോക്സിൽ നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു മാർക്കറ്റ് ക്രാഷിൻ്റെ ടൈമിൽ വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ. അതും നിഫ്റ്റിയിലുള്ള എല്ലാ സ്റ്റോക്സിലും അതേ പ്രൊപ്പോർഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴല്ല, നിഫ്റ്റിയിലെ സെലക്റ്റഡ് ഗുഡ് ക്വാളിറ്റി സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു 4% ഡിവിഡൻഡ് കിട്ടാനുള്ള ചാൻസ് കൂടുതൽ. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു,
ടി സി എസിൻ്റെയും ഇൻഫോസിസിൻ്റെയും എച്ച് യു എല്ലിൻ്റെയും നെസ്ലയുടെയും ഒക്കെ ഡിവിഡൻഡ് yield എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റ് ക്രാഷിൻ്റെ ടൈമിൽ ഒരു 3-4% വരെയൊക്കെയാണ് വരാറുള്ളത്. സോ ആ ടൈമിലാണ് നിങ്ങൾ നിഫ്റ്റിയിലുള്ള ഗുഡ് ക്വാളിറ്റി സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിവിഡൻഡ് yield എന്ന് പറഞ്ഞാൽ 4% അറൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 25 lakhs ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ ആനുവൽ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ 1 lakh rupees ആയിരിക്കും. ഇനി നിങ്ങളുടെ ഡിവിഡൻഡ് yield എന്ന് പറഞ്ഞാൽ 6% ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 16.6 lakhs ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് 1 ലക്ഷം രൂപ ആനുവലി ഡിവിഡൻഡ് ആയിട്ട് കിട്ടാൻ. പക്ഷേ 6% ഒക്കെ കിട്ടുന്ന ഹൈ ഡിവിഡൻഡ് yield സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്താലുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പ്രീവിയസ് എപ്പിസോഡിനകത്ത് ഓൾറെഡി കാണിച്ചു തന്നിരുന്നു. ആ പോർട്ട്ഫോളിയോയുടെ ലോങ് ടേം റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഫ്ലാറ്റോ അല്ലെങ്കിൽ നെഗറ്റീവോ ആയിരിക്കാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. അല്ലാതെ ഹൈ ക്വാളിറ്റി സ്റ്റോക്സിൽ നിന്ന് 6% ഡിവിഡൻഡ് yield അച്ചീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഒട്ടും പ്രാക്ടിക്കൽ അല്ല. പക്ഷേ അതുപോലത്തെ ഹൈ ഡിവിഡൻഡ് yield സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു 6% ഡിവിഡൻഡ് yield ആനുവലി എക്സ്പെക്റ്റ് ചെയ്യാനും പറ്റത്തുള്ളൂ. എന്നാൽ അത് എത്ര നാൾ സസ്റ്റെയിൻ ചെയ്യുമെന്നോ അല്ലെങ്കിൽ നമ്മളുടെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ എത്ര ആയിരിക്കുമെന്നോ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റത്തില്ല. മാത്രമല്ല ഹൈ ക്വാളിറ്റി സ്റ്റോക്സിൽ നിന്ന് ഒരിക്കലും നമുക്ക് 6% ഡിവിഡൻഡ് എക്സ്പെക്റ്റ് ചെയ്യാനും പറ്റത്തില്ല. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഹൈ ക്വാളിറ്റി സ്റ്റോക്സ് ഒരു 4% ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ തന്നെ ഇൻവെസ്റ്റേഴ്സ് അത് വാങ്ങിക്കാൻ തുടങ്ങും. സോ അതിൻ്റെ പ്രൈസ് കയറാനും തുടങ്ങും, അപ്പോൾ ഡിവിഡൻഡ് yield താഴാനും തുടങ്ങും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിപ്പം എച്ച് യു എല്ലിലോ ഇൻഫോസിസിലോ ടി സി എസിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 3-4% ഡിവിഡൻഡ് yield ഉണ്ട്. അതിനുശേഷം പിന്നെ ആ കമ്പനി പ്രോഫിറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ അവരുടെ ഡിവിഡൻസും നാച്ചുറലി അവർ ഇൻക്രീസ് ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈവൻച്വലി നിങ്ങളുടെ ഡിവിഡൻഡ് yield 6% ഒക്കെ അങ്ങനത്തെ സ്റ്റോക്സിൽ നിന്ന് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ അല്ലാതെ നിങ്ങളുടെ എൻട്രി ടൈമിൽ നിങ്ങൾക്കൊരു 6% ഡിവിഡൻഡ് yield ഇതുപോലത്തെ സ്റ്റോക്സിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല. സോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി സ്റ്റോക്സിൻ്റെ ഡിവിഡൻഡ് yield എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റ് ക്രാഷിൻ്റെ ടൈമിൽ 3-4% ഒക്കെ എത്താറുണ്ട്. ആ സമയം തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ടൈം എന്ന് പറഞ്ഞാലും. കാരണം അങ്ങനെയുള്ള ഒരു ടൈമിലാണ് നിങ്ങൾ ഹൈ ക്വാളിറ്റി സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിവിഡൻഡ് yield എന്ന് പറഞ്ഞാൽ ഗ്രാജുവലി ഓരോ വർഷം കൂടാൻ തുടങ്ങും. സോ ഈവൻച്വലി ആ കമ്പനി ഗ്രോ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് അവരുടെ പ്രോഫിറ്റ്സും കൂടും, അവരുടെ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോയും കൂടും. സോ നിങ്ങളുടെ ഡിവിഡൻഡ് yieldും കൂടാൻ തുടങ്ങും. കാരണം നിങ്ങളുടെ കോസ്റ്റ് ഓഫ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ അവിടെ കുറവായതുകൊണ്ട്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗുഡ് ബൈ അൺടിൽ ദ നെക്സ്റ്റ് എപ്പിസോഡ്.